മലപ്പുറം താനൂരിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച രണ്ടുപേർ അറസ്റ്റിൽ. താനൂർ സ്വദേശികളായ സുൽഫിക്കർ, യാസിൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രാങ്കിന് വേണ്ടി ചെയ്തതെന്ന് പ്രതികളുടെ ന്യായീകരണം. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായുണ്ട്. അരുൺ, ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം പ്രാങ്ക് ഏത് അല്ലാത്ത ഏതെന്നൊക്കെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പൂർവ്വ വിദ്യാർത്ഥി വന്ന് വെടിയുതിർത്തപ്പോൾ അന്ന് കുട്ടികൾ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. പ്രാങ്ക് ആണെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്നുള്ളത്. അതുപോലെ ഒരു പ്രാങ്ക് നടത്താനുള്ള ശ്രമമായിരുന്നു, അത് പാളിപ്പോയിട്ടുണ്ടല്ലേ? ഇപ്പോൾ യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് അവിടെ? അതെ അക്ഷയ, ഈ പ്രാങ്കിന്റെ മറവിൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ അക്ഷയ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രാങ്ക് ഏതാണ്, യഥാർത്ഥ കാര്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിങ് ആയ ഒരു സംഭവം തന്നെയാണ് ഈ പ്രാങ്ക്. എതിരെ ഏറെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ അതിന്റെ ഒരു ദൂഷ്യഫലം തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംഭവമാണ് മലപ്പുറം താനൂരിൽ നിന്ന് കണ്ടത്. ഈ രണ്ട് യുവാക്കളെത്തി മദ്രസ വിട്ടു വരുന്ന രണ്ട് വിദ്യാർത്ഥികളെ ഈ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നു. ഈ വിദ്യാർത്ഥികൾ എതിർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് തട്ടിക്കൊണ്ടുപോകൽ ശ്രമം എന്ന് തന്നെയാണ് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ സമീപകാല സംഭവത്തെ പശ്ചാത്തലമൊക്കെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പോലീസിൽ പരാതി അറിയിച്ചു. പോലീസിന്റെ ഒരു ഊർജിതമായ ഇടപെടൽ, പോലീസാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. പോലീസ് ഈ രണ്ട് യുവാക്കളെയും പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ഈ പ്രാങ്ക് ആണെന്ന ഒരു വിശദീകരണമാണ് ഇവർ നൽകിയത്. പക്ഷേ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പാളിയപ്പോൾ അത് പ്രാങ്കാക്കി മാറ്റിയതാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യം എന്തായാലും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്നാലും നാട്ടുകാർ രോഷാകുലരായി. ഈ നാട്ടുകാർ ഏറെ വിമർശനവും ഇതിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രാങ്ക് ആണെന്ന് തന്നെയാണ് പ്രതികൾ എന്തായാലും വിശദീകരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രാങ്കുകൾ സമൂഹത്തിന് ഏത് തരത്തിലൊരു ആപത്തെന്ന രീതിയിലേക്കൊക്കെ നീങ്ങുന്ന ഒരു ഘട്ടം. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവർക്കെതിരെ എന്ത് വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്ത്? എന്ത് വകുപ്പ് ചുമത്തിയിട്ടാണ്? ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനുള്ള കേസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ പ്രാങ്ക് എന്ന ഒരു ന്യായീകരണം മാത്രമായിട്ട്, ഒരു വിശദീകരണം മാത്രമായിട്ടേ കണ്ടിട്ടുള്ള. ഇത് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനെതിരെ തന്നെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ശരി, എന്തായാലും പ്രാങ്ക് ആയിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയതായിരുന്നു. ആ പ്രാങ്കിൽ പണി പാളിയിട്ടുണ്ട്. ഈ രണ്ട് യുവാക്കൾക്കെതിരെയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്.